ഹലോ മക്കളെ, 10th CBSE കടക്കാൻ പോകുന്ന കുട്ടികളാണ് അല്ലേ? അപ്പോൾ ഏത് രീതിയിലാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നൊക്കെ ഒരു കൺഫ്യൂഷനിലായിരിക്കും നിങ്ങൾ. കാരണം നിങ്ങൾക്കറിയാം കുറച്ചധികം കോൺസെപ്റ്റുകൾ പഠിക്കാനുണ്ട്. ആൻഡ് നിങ്ങളുടെ ലൈഫിലെ ആദ്യത്തെ ബോർഡ് എക്സാം ആണ് നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ വെറുതെ ഒന്നും പ്രിപ്പയർ ചെയ്താൽ നമ്മുടെ ബോർഡ് എക്സാം ഈസിയായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളുടെ സീനിയേഴ്സ് ഒക്കെ തന്നെ അവരെടുത്ത സ്ട്രഗിളും എഫേർട്ടും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ അവരുടെ ഒക്കെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ എക്സാം എഴുതാൻ സഹായിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ആദ്യം തൊട്ടേ കൺസിസ്റ്റന്റ് ആയിട്ട് നല്ല പാറ്റേണോടുകൂടെ സ്ട്രാറ്റജികളായിട്ട് പഠിച്ചു തുടങ്ങി എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നിങ്ങളും ഫോളോ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു 1 ഇയറിലേക്ക് ഒരു ഡെഫിനറ്റ് പ്ലാൻ നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവണം. പ്രോപ്പറായിട്ട് നമുക്ക് തന്നെ തോന്നിയിട്ട് നമ്മൾ തന്നെ ഒരു കറക്റ്റ് ടൈം സ്പേസിൽ ഇരുന്ന് പഠിക്കാൻ തുടങ്ങണം. അപ്പോൾ എല്ലാ സബ്ജക്റ്റും നിങ്ങൾക്ക് ഇതിനൊക്കെ ആയിട്ട് ഒരു പ്രോപ്പർ പ്ലാനോടുകൂടെ ഓരോ ദിവസവും ഓരോ ടൈം ടേബിൾ സെറ്റാക്കി തന്നാലോ, അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ സൈലത്തിന്റെ അസ്ത്ര ബാച്ച് ഉള്ളത്. പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വർഷം തൊട്ട് നിങ്ങൾക്ക് 3 പ്ലാനുകളാണുള്ളത്. ബേസ് പ്ലാൻ, ഇൻഫിനിറ്റി പ്ലാൻ, ഇൻഫിനിറ്റി പ്രോ പ്ലാൻ. എന്താണ് ഓരോ പ്ലാന്റെ പ്രത്യേകത? മിസ് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നതും നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട പ്ലാൻ എന്ന് പറയുന്നതും നമ്മുടെ അസ്ത്രയുടെ ഇൻഫിനിറ്റി പ്ലാൻ തന്നെയാണ്. വേറൊന്നുമല്ല, നമുക്ക് ഡെയിലി ലൈവ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്, അതിന് നോട്ട്സുകൾ അവൈലബിൾ ആണ്. അതുകൂടാതെ തന്നെ അതിൽ നിന്ന് കിട്ടുന്ന എക്സാം, ഒരു ചാപ്റ്റർ വൈസ് എക്സാംസ്, മിഡ് ടേം എക്സാംസ്, ഇതിൻ്റെ ഒക്കെ തന്നെ നോട്ട്സ് കാര്യങ്ങളും പിന്നെ ആപ്പ് കമ്മ്യൂണിറ്റിയിലേക്കുള്ള ജോയിനിങ് നിങ്ങൾക്ക് ഈ ഒരു പ്ലാൻ എടുത്താൽ കിട്ടും. കൂടാതെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ബോർഡ് എക്സാം എഴുതുന്ന കുട്ടികളാണ്. അപ്പോൾ അതിന് ഏറ്റവും രീതിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ഇൻസ്റ്റാ ലേൺ, വർക്ക് ഷീറ്റ്, ഫോർമുല ഷീറ്റ്. അതുകൂടാതെ തന്നെ നമ്മൾ പിന്നീടും കുറേ ബാച്ചസ് ആപ്പ് ഓപ്പൺ ആക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്കിനി ബാച്ച് അസ്ത്ര 2.0, 3.0 വരും. അതുകൂടാതെ എൻഗെയിം ബാച്ചുകൾ വരും. അതൊക്കെ ഇപ്പോൾ ഈ ഇൻഫിനിറ്റി പ്ലാനിലുള്ളവർക്ക് ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നതാണ്. ആൻഡ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതെല്ലാം കിട്ടി പ്രോപ്പറായിട്ട് നിങ്ങൾ ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി 10th കഴിഞ്ഞും +1 +2 നിങ്ങൾ എടുക്കണം. അത് കഴിഞ്ഞ് നിങ്ങൾ ഡ്രീം ചെയ്യുന്ന ഒരു ക്യാമ്പസിൽ എത്തണം. പലതരത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പോൾ അതിനൊക്കെ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനും കൂടെ ആക്സസ് കിട്ടുന്ന നമ്മുടെ ഫാൽക്കൺ ബാച്ച് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഇൻഫിനിറ്റി പ്രോ പ്ലാൻ ഉള്ളത്. അപ്പം മിസ് ഈ പറഞ്ഞ ഫീച്ചേഴ്സിൻ്റെ ഒക്കെ കൂടെ തന്നെ നിങ്ങൾക്ക് എന്തും കിട്ടും. ഫാൽക്കൺ ബാച്ചും കൂടെ ആക്സസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഏത് ചൂസ് ചെയ്യണം? ഇൻഫിനിറ്റി പ്രോ പ്ലാൻ ആണ് ചൂസ് ചെയ്യേണ്ടത്. ഇനി ബേസ് പ്ലാനും കൂടെ ഉണ്ട്. എന്താണ് അവിടെ എന്ന് വെച്ചാൽ നമുക്ക് ഈ പറഞ്ഞ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഒന്നും കിട്ടില്ല. ഡെയിലി ലൈവ് ക്ലാസ്സുകളും അതിൻ്റെ നോട്ട്സുകളും പിന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും? കമ്മ്യൂണിറ്റി കാര്യങ്ങളും ആക്സസും കിട്ടും. പക്ഷേ പേൾ വീഡിയോസ് കിട്ടണമെങ്കിൽ നിങ്ങൾ ഇൻഫിനിറ്റിയോ അല്ലെങ്കിൽ ഇൻഫിനിറ്റിയോ പ്രോ പ്ലാനോ എടുക്കണം. ബേസ് പ്ലാൻ എടുത്താൽ നിങ്ങൾക്ക് പേൾ വീഡിയോസ് കിട്ടില്ല. സോ പ്രീ റെക്കോർഡഡ് ആയിട്ടുള്ള ഡീറ്റെയിൽ കോണ്ടന്റ് വീഡിയോസ്, അതായത് പേൾ വീഡിയോസ് കിട്ടണമെങ്കിൽ യു ഹാവ് ടു ചൂസ് ഇൻഫിനിറ്റി ഓർ ഇൻഫിനിറ്റി പ്രോ പ്ലാൻ. സോ ഈ 3 ബാച്ചസിൻ്റെയും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടി. ഓരോന്നും അനലൈസ് ചെയ്ത് തന്നെ എന്തായാലും മിസ് പറയുന്നത് ഇൻഫിനിറ്റി പ്ലാൻ തന്നെ ചൂസ് ചെയ്യണം. അല്ലെങ്കിൽ ഒരു ഡ്രീം അച്ചീവ് ചെയ്ത് ഇപ്പോഴേ അതിൻ്റെ കൂടെ തന്നെ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്, ഫാൽക്കൺ ബാച്ച് വേണമെങ്കിൽ ഇൻഫിനിറ്റി പ്രോ പ്ലാൻ തന്നെ എടുക്കാം. അപ്പോൾ അസ്ത്ര ബാച്ചിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണം, ഈ പ്ലാനിനെ കുറിച്ച് മനസ്സിലാക്കി ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ തന്നിട്ടുള്ള നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് വേഗം അഡ്മിഷൻ എടുക്കൂ. അടിപൊളിയായിട്ട് പഠിക്കാം, ബോർഡ് എക്സാം ക്രാക്ക് ചെയ്യാം.